पूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम्। स्वामिये शरणमय्यप्पा। സ്വാമിയേ ശരണമയ്യപ്പ. ബഹൻജി, ഇന്നത്തെ ഞങ്ങളുടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഓം ശാന്തി. നമ്മൾ ഇരുമുടിക്കെട്ടിനെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു. ഇപ്പോൾ ഈ കെട്ടുനിറയിൽ ഏറ്റവും വളരെ പ്രധാനമേറിയ ഒരു ചടങ്ങാണല്ലോ നെയ്ത്തേങ്ങ നിറയ്ക്കൽ എന്നത്. ശരണഘോഷങ്ങൾക്ക് നടുവിൽ വളരെ ഭക്തിപുരസ്സരമായി ചെയ്യപ്പെടുന്നൊരു ചടങ്ങാണിത്. ആക്ച്വലി ആ ചടങ്ങിനും നമ്മുടെ ജീവിതം തമ്മിൽ എന്താ ബന്ധം? നെയ്യ് നിറയ്ക്കാനുള്ള തേങ്ങ തന്നെ തിരഞ്ഞെടുക്കുന്നതേ ഒരു പ്രത്യേക ആംഗിളിലാണ്. മുക്കണ്ണുള്ള തേങ്ങയാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കുക, അല്ലേ? എന്നിട്ട് ആ മൂന്നാം കണ്ണൻ തുറന്നിട്ട് അതിലേക്കാണ് നെയ്യ് നിറയ്ക്കുക. അപ്പോൾ ആ മൂന്നാം കണ്ണ് തുറക്കുക, എന്നിട്ട് അതിൽ നെയ്യ് ഒഴിക്കുക. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതവും നോക്കിക്കഴിഞ്ഞാലേ നമ്മുടെ ഈ ശരീരവും ആ തേങ്ങയുടെ പുറമേയുള്ള ആ ചിരട്ടയുടെ ഭാഗം പോലെ നമുക്ക് വേണമെങ്കിൽ അതുമായിട്ട് താരതമ്യപ്പെടുത്താം. തേങ്ങയുടെ പുറന്തോടാണ് നമ്മുടെ ഈ ദേഹം. അതിന് നമുക്കും ഒരു മൂന്നാം കണ്ണുണ്ട്. ഈ രണ്ട് കണ്ണുകളുടെ കാഴ്ച ഇപ്പം നമുക്കുണ്ട്. ഇതിലൂടെ കാര്യവ്യവഹാരങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ നമുക്ക് അടഞ്ഞു കിടക്കുന്ന ഒരു കണ്ണുണ്ട്. അതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ണ്. ശിവൻ്റെ എല്ലാം ചിത്രം കാണിക്കുമ്പോൾ മൂന്നാം കണ്ണ് കാണിക്കാറുണ്ട്. പല ദേവീദേവന്മാരുടെയും ചിത്രത്തിൽ തൃക്കണ്ണ് എവിടെ കാണിക്കണം? ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ നെറ്റിത്തടത്തിൽ കാണിക്കും, മൂന്നാമത്തെ കണ്ണ് തുറന്നു വച്ചിരിക്കുന്നതായിട്ട്. അപ്പം നമുക്കും അയ്യപ്പ ദർശന സമയത്ത് നമ്മുടെയും എല്ലാവരുടെയും മൂന്നാം കണ്ണ് തുറന്നിരിക്കണം. മൂന്നാം കണ്ണർത്ഥ അകക്കണ്ണ്, അറിവിൻ്റെ നേത്രം. ഏതറിവ്? നമ്മൾ ആരാണെന്ന അറിവ്. പണ്ട് മുതലേ നമ്മുടെ പൂർവികർ, ഋഷീശ്വരന്മാരുടെ കാലം മുതലേ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. എൻ്റെ അർത്ഥം എന്താണ്? സെൽഫ് മീൻസ് ഹു ആം ഐ, ഞാൻ ആരാണ്. ആത്മസാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ എന്നാ പറയുക. റിയലായി, യഥാർത്ഥ കണ്ണ് നമ്മുടെ തുറക്കണം. റിയലൈസേഷൻ അല്ലേ? വെരി ഗുഡ്. അപ്പം ഇനി റിയലായിട്ടുള്ളൊരു കണ്ണ് നമുക്ക് സാക്ഷാത്കരിക്കപ്പെടാനുണ്ട്. അർത്ഥം എന്താണ്? നമുക്ക് ഇനി ഒരു കണ്ണ്, യഥാർത്ഥ കണ്ണ് നമ്മുടെ തുറക്കാനുണ്ട്. ആ കണ്ണാണ് മൂന്നാം കണ്ണ് തുറക്കുക, റിയലായി. അപ്പോൾ ഇവിടെയാണ് ഓപ്പറേഷൻ നടക്കേണ്ടത്. തേങ്ങയുടെ ആ മൂന്നാം കണ്ണ് തുറന്ന് നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും അകക്കണ്ണ് തുറക്കണം. ഇതിന് തിമിരം ബാധിച്ചിരിക്കുകയാണ്. അത് തുറന്നു തരുന്ന വൈദ്യനാഥനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഈശ്വരനെ വൈദ്യനാഥൻ എന്ന് പറയുന്നത്. വൈദ്യനാഥനാണ്. അകക്കണ്ണ് തുറക്കുക, ആത്മജ്ഞാനം, അറിവിൻ്റെ മൂന്നാം കണ്ണ് തുറക്കണം. നമ്മൾ ആരാണെന്ന തിരിച്ചറിവ്. ഈ പുറമേ കാണുന്ന ശരീരം എന്ന് പറയുന്നത് കേവലം നാളീകരത്തിൻ്റെ പുറന്തോട് മാത്രമാണ്. അകക്കാമ്പ്, ഇതിനുള്ളിലുള്ള ആ ചൈതന്യമൂർത്തിയാണ് നമ്മൾ. അതായത് നമ്മുടെ ഈ ശരീരം ഒരു വിളക്ക് മാത്രമാണ്. ഇതിനുള്ളിലെ ദീപമാണ് ആത്മാവ്. അല്ലെങ്കിൽ ഈ ശരീരം ഒരു വീടിനോട് ഉപമിക്കുകയാണെങ്കിൽ അതിൻ്റെ കുടുംബനാഥനാണ് ആത്മാവ്. ശരീരം ഒരു കാറാണെങ്കിൽ ഇതിലെ ഡ്രൈവറാണ് ആത്മാവ്. സോ ഈ ഒരു തിരിച്ചറിവ്, ഞാൻ ആരാണെന്ന തിരിച്ചറിവ്. വിവേകാനന്ദ സ്വാമി പണ്ട് ഗുരുനാഥൻ്റെ അടുത്തെത്തുന്നത്, പരമഹംസരുടെ അടുത്തെത്തുന്നത് ഈ ചോദ്യം ചോദിച്ചിട്ടാണ്. ഞാൻ ആരാണെന്നറിയാനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആ ചോദ്യം കേട്ടപ്പോഴാണ് ഗുരുനാഥന് മനസ്സിലായ ഞാൻ കാത്തിരുന്ന വിവേകാനന്ദനാണ് ഈ എത്തിച്ചേർന്നിരിക്കുന്നത്. നരേന്ദ്രനാണെന്നറിയാമായിരുന്നു, പക്ഷേ നരേന്ദ്രന് ഞാൻ ആരാണെന്നുള്ള അറിയാനുള്ള അത്വര.
അപ്പം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മൂന്നാം കണ്ണ് തുറന്നു കിട്ടിയാൽ, നമുക്ക് നമ്മളാരാണെന്ന് അറിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണ്? അകക്കണ്ണിൻ്റെ കാഴ്ച കിട്ടിയാൽ നമുക്ക് നമ്മളെയും ദർശിക്കാൻ കഴിയും, ഈശ്വരനെയും ദർശിക്കാൻ കഴിയും. സാധാരണ ഈശ്വര ദർശന സമയത്ത് നമ്മൾ ഈ പുറമേയുള്ള 2 കണ്ണുകൾ അടയ്ക്കുകയല്ലേ ചെയ്യണം. എൻ്റെ അർത്ഥം എന്താ? ഈ കണ്ണിലൂടെ അല്ല ഈശ്വര ദർശനം. അത് ഈ 2 കണ്ണ് അടച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അകക്കണ്ണിലൂടെ ദർശിക്കുകയാണ്. മൂന്നാം കണ്ണ് നമ്മുടെ ബുദ്ധി ഒരു നേത്രത്തിൻ്റെ ജോലി ചെയ്യും. അപ്പം നമ്മുടെ അകക്കണ്ണ് തുറക്കണം. അപ്പോഴേ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെയും യഥാർത്ഥ രൂപത്തിൽ ദർശിക്കാൻ പറ്റും. നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരെയും അയ്യപ്പ സ്വാമി. കൂടെയുള്ള ഓരോരുത്തരെയും സ്വാമി സ്വാമി എന്നാണ് വിളിക്കുക അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കൂടെയുള്ള ഓരോരുത്തരെയും അയ്യപ്പനായിട്ട് കാണാൻ, സ്വാമിയായിട്ട് കാണാൻ, നമ്മുടെ സഹോദരാത്മാവായിട്ട് ദർശിക്കാൻ. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല. നമ്മുടെ കൂടെ ആരെല്ലാം മാലയിട്ട് മലയ്ക്ക് പോകുന്നു എല്ലാവരെയും നമ്മളെങ്ങനെ വിളിക്കുക? അയ്യപ്പസ്വാമി. അപ്പം ആ സമാനതയിലുള്ള നമ്മുടെ ദർശനം, അതാണ് ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിച്ച്. ഭാരതീയമായ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അന്തസത്തയാണിത്. നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കുക. ശാരീരികമായിട്ട് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവും, ഭാവസ്വഭാവങ്ങളിലും ഉണ്ടാവും. പക്ഷെ നമ്മളിലെല്ലാവരിലും കുടികൊള്ളുന്ന, നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ചേതന ആത്മസത്തയാണെന്ന് തിരിച്ചറിവ്. അതുകൊണ്ടാണ് നാളികേരത്തിന് ഇത്ര മഹത്വം. ആധ്യാത്മിക ജീവിത യാത്രയിൽ നോക്കൂ, ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ നാളികേരത്തിൽ നെയ്യ് ഒഴിക്കും. അതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിൽ എത്ര തവണയാണ് നാളികേരം ഉടയ്ക്കണം? കെട്ട് നിറച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഉടച്ചിട്ട് ഇറങ്ങണം. അതിൻ്റെ അർത്ഥം എന്താ? നാളികേരത്തിൻ്റെ പുറന്തോട് ഉടയണം. അതേസമയം അയ്യപ്പൻ്റെ അടുത്തെത്തുമ്പോൾ, സന്നിധാനത്തിലെത്തുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? ഈ നിറച്ചു കൊണ്ടുപോയ നാളികേരത്തിൽ നെയ്യ് കട്ട പിടിച്ചിട്ടുണ്ടാവും. അവിടെ പോയി ആ നാളികേരം പൊട്ടിക്കുന്ന സമയത്ത് ആ നാളികേരത്തിൻ്റെ ഉള്ളിൽ നെയ്യ് കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ ഗുരുസ്വാമി എന്താ പറയുക? എന്തോ ദോഷമുണ്ട്. കട്ട പിടിച്ചിട്ടുണ്ടാവണം നെയ്യ്. അതിൻ്റെ അർത്ഥം എന്താണ്? പരിപക്വമായിട്ടുണ്ടാകണം. ഈ പുറന്തോട് ഉടയുകയും ചെയ്യണം. എങ്ങനെ ഉടയണം? സാധാരണ വിഘ്നം മാറാൻ വേണ്ടി നാളികേരം ഉടയ്ക്കുമ്പം പറയില്ലേ, ചിന്നിച്ചിതറണം. അപ്പോൾ ഈ ശരീരമാണ് ഞാൻ, ഇന്നടത്തെ ഇന്നാളാണ് ഞാൻ സ്ത്രീയാണ് പുരുഷനാണ്, ആ പുറന്തോട് ഉടയണം. ഞാൻ ഹിന്ദുവാണ് മുസൽമാനാണ്, ആ ബോധതലത്തിൽ നമുക്ക് ഉടയ്ക്കേണ്ടത്. ഞാൻ പൈസക്കാരനാണ്, അല്ലെ ഇന്നാൾ പാവപ്പെട്ട ആളാണ്, ഞാൻ ഹിന്ദുവാണ്, ഇയാൾ മുസൽമാനാണ്, ആ ഉച്ച നീചത്വ ഭാവങ്ങൾ, ജാതിയുടെ, മതത്തിൻ്റെ, നിറത്തിൻ്റെ, ലിംഗത്തിൻ്റെ, സ്ഥാനമാനങ്ങളുടെ ആ ഭാവഭേദം നമുക്ക് ഓരോരുത്തർക്കും ഈ നാടകത്തിൽ എന്താണോ റോള് കിട്ടിയിരിക്കണേ, ആ റോൾ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ജീവിക്കണം. അതിനെയാണ് ബോഡി കോൺഷ്യസ്നെസ്, ഈഗോ എന്ന് പറയുന്നത്. ഇപ്രകാരം അനേക ഈഗോയുടെ വളരെ ഉറച്ച പുറന്തോടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നാളികേരത്തിൻ്റെ തോട് പോലെ. നാളികേരത്തിൻ്റെ പുറന്തോട് നോക്ക് എത്ര കട്ടിയാണ്, അകക്കാമ്പ് സോഫ്റ്റാണ്. നമ്മുടെയും വ്യക്തിത്വം ഇപ്രകാരം പുറമേയുള്ള ഈ ഹാർഡ് പേഴ്സണാലിറ്റി പറയാറുണ്ട്. ഈ ഹാർഡ്നെസ്, പുറമേ നമ്മൾ ഇത്രയും ഹാർഡാണ്, ഉള്ളിൽ നാളികേരം സോഫ്റ്റാണ്. അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ പരിവർത്തനം ഉണ്ടാകണം. ഈഗോയെ നമുക്ക് പൊട്ടിച്ച് കളയണം. പിന്നെയോ നമ്മുടെ ജീവിത യാത്ര കൊണ്ട് ശബരിമല എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലെ നെയ്യ് കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കണം. അർത്ഥം ജീവിതയാത്രയിൽ ഓരോ സ്റ്റെപ്പ് വെച്ച് കുഞ്ഞുനാൾ മുതൽ, കുട്ടിയാകുമ്പോൾ നമ്മളോട് എന്താ പറയുക? നീ ആണാണ്, നീ പെണ്ണാണ്. കുട്ടിക്കാലം മുതൽ നമ്മുടെ ഉള്ളിൽ ഈ ഈഗോയെ അടിയുറപ്പിക്കുന്ന തരത്തിലാണ് എല്ലാവരും നമ്മളോട് പറയണതും പെരുമാറുന്നതും. സ്കൂളിൽ നമ്മളെന്താ പഠിക്കണേ? ഈ ദേഹത്തെക്കുറിച്ച് പഠിക്കും, ഇതിന് പുറമേയുള്ള ഈ ലോകത്തെക്കുറിച്ച് പഠിക്കും. പക്ഷേ ഇതിനുള്ളിൽ അകക്കാമ്പിനെക്കുറിച്ചുള്ള പഠിപ്പ് നമുക്ക് കിട്ടണില്ല. പക്ഷേ ജീവിതയാത്രയിൽ പക്വപ്പെടേണ്ടത് ഈ നെയ്യാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ നെയ്യ് പാകപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അർത്ഥം മെച്യൂരിറ്റി, ആന്തരികമായ മെച്യൂരിറ്റി, പരിപക്വത, ആത്മീയമായ പരിപക്വത. ഞാൻ ആരാണെന്ന ബോധം, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ആരാണെന്നുള്ള, എൻ്റെ സഹോദരാത്മാക്കളാണ്, നമ്മളെല്ലാം ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്. ആ അവബോധമാണ് പക്വപ്പെടേണ്ടത്. ആ ബോധത്തെ കൊണ്ടുവേണം ആരുടെ അടുത്തെത്താൻ? ഭഗവാന്റെ അടുത്തെത്തിയിട്ട് അതാണ് അഭിഷേകം നടത്തേണ്ടത്. ആർക്കും കൂടെ കണക്ഷൻ, നെയ്യഭിഷേകം സ്വാമിക്ക്. അപ്പോൾ ബെഞ്ച് നമ്മൾ നെയ്ത്തകം നിറയ്ക്കുമ്പോഴേ അത് നമ്മൾ നെയ്ത്തകം നിറച്ചുകൊണ്ട് മാത്രം ആത്മബോധം വരുമോ? അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
തേങ്ങയ്ക്കുള്ളിൽ നെയ്യ് നിറച്ചാൽ തേങ്ങയ്ക്കുള്ളിൽ നെയ്യ് മാത്രമേ നിറയുള്ളൂ. നമുക്ക് ആത്മബോധം വരണമെങ്കിൽ എന്ത് വേണം? ജീവിതയാത്രയിൽ അതിനുള്ള അധ്വാനം നമ്മൾ ചെയ്യണം. അതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ അതിനുള്ള പ്രയത്നം, ആത്മീയ അവബോധത്തിൽ ജീവിക്കാനുള്ള പ്രയത്നം നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അതിനുള്ള പ്രയത്നം എന്താണ്? ഒന്ന്, നമ്മുടെ കോൺഷ്യസ് ഷിഫ്റ്റ്, ബോധമണ്ഡലത്തിലൊരു പരിവർത്തനം ഉണ്ടാകണം. ബോഡി കോൺഷ്യസ് എന്ന്, ഞാൻ സ്ത്രീയാണ് പുരുഷനാണ്, ആ ബോധത്തിൽ ജീവിക്കുമ്പോൾ എന്തായി? ഞാൻ ആണാണെന്നുള്ള ബോധം. ഇപ്പോൾ സ്വാമി തന്നെ ആലോചിച്ച് നോക്കൂ, ഞാൻ പുരുഷനാണെന്നുള്ള ബോധം, ഞാൻ ചെറുപ്പക്കാരനാണ്, ആ ബോധത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കണേ? നമുക്ക് ആരെ കണ്ടാലും, ഒരു പെൺകുട്ടിയെ കണ്ടു എന്നിരിക്കട്ടെ, അപ്പോൾ ഇത് പെണ്ണാണ്, സ്ത്രീയാണ്, അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് അടുത്തത് എന്താ വരിക? ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഫീലിങ്സുകൾ, ആകർഷണത്തിൻ്റെ ഫീലിംഗ് ഉണ്ടാക്കും, ആസക്തിയുടെ ഫീലിംഗ് ഉണ്ടാക്കും, ഭോഗവിലാസങ്ങളുടെ ഫീലിംഗ് ഉണ്ടാക്കും. അതേസമയം ഞാൻ ആത്മചൈതന്യമാണ്, പരമാത്മസന്താനമാണ്, ഈ കാണുന്നതും എൻ്റെ സഹോദരാത്മാവാണ്, ഈശ്വരൻ്റെ കുട്ടിയാണ്. അങ്ങനെ കാണുമ്പോൾ എന്തായി? നമുക്ക് നമ്മുടെ ഉള്ളിലെ ഭോഗവിലാസങ്ങൾക്ക് പകരം, ആ നെഗറ്റീവ് ഫീലിങ്സിന് പകരം പോസിറ്റീവ് ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുണ്ടായി. എൻ്റെ സഹോദരാത്മാവ് ടോട്ടലി ഡിഫറെൻ്റ് ഔട്ട്ലുക്ക് ആവും. അതെ. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയുമായിരുന്നല്ലോ, നിങ്ങൾ ഏത് പെൺകുട്ടിയെ അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയെ നോക്കുമ്പോഴും ഇതെൻ്റെ അമ്മയാണെന്ന ഭാവം ഒരു പുരുഷൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പരിശുദ്ധ ജീവിതത്തിന്. അതേപോലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ഞാൻ സർവരുടെയും മാതാവാണ്. ആ മാതൃത്വ ഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ കൂടെ ഇടപഴകാം, എവിടെ വേണമെങ്കിലും ഇടപഴകാം, ആരോടൊപ്പം വേണമെങ്കിലും ഇടപഴകാം, പക്ഷേ ജീവിതം പരിശുദ്ധിയാണ്. സിസ്റ്ററെ കാണാൻ വന്നപ്പോൾ കേട്ടിട്ടുണ്ട്, മാതാജി സിസ്റ്റർ എന്നെല്ലാം നിങ്ങളുടെ കൂട്ടത്തിൽ ഇടയ്ക്ക് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് അവർ പറഞ്ഞത് നിങ്ങളാണ് അക്ഷരം പ്രതി അതിനെ അനുകരിക്കുന്നവരാന്ന് തോന്നുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദമേ ആ രീതിയില്ല. സഹോദരൻ സഹോദരി, ആത്മീയ സഹോദരി, ശരിക്കും പറഞ്ഞാൽ സഹോദരൻ സഹോദരി ഈ രണ്ട് വേർതിരിവ് പോലും ഇല്ല. അതും ശാരീരികമായിട്ട് മാത്രമല്ലേ ഉള്ളൂ. ആത്മസ്വരൂപം ചൈതന്യമാണ്, അതിസൂക്ഷ്മമായ ഒരു ദിവ്യ ജ്യോതിസാണ് നമ്മളെല്ലാവരും. ആ ദിവ്യ ജ്യോതിസിന് ആണ് പെണ്ണ് വ്യത്യാസമില്ല. അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ ഒറ്റ വാക്കല്ലേ ഉള്ളൂ, പുരുഷൻ. ആത്മാവിനെ കുറിക്കുന്നത് പുരുഷൻ എന്നാണ്. പക്ഷേ ഇന്ന് പുരുഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കണേ? ലിംഗഭേദത്തെയാണ്. ലിംഗത്തെ കാണി, ലിംഗത്തെ അല്ല. യഥാർത്ഥത്തിൽ പുരുഷൻ എന്നുള്ള വാക്ക് ആത്മാവിനെ കുറിക്കണം. അതുകൊണ്ടാണ് പുരുഷ മേധാവിത്വം വേണമെന്നല്ലേ പറയുക. പുരുഷൻ മേധാവിയായിരിക്കണം കുടുംബത്തെ. യഥാർത്ഥത്തിൽ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മളിൽ രണ്ടു കൂട്ടരുടെ ഉള്ളിലും പുരുഷ മേധാവിത്വം, അതായത് ഞാൻ ചൈതന്യമാണ്, ആത്മീയ ചൈതന്യമാണ്, പരമാത്മ സന്താനമാണ് നമ്മളെന്ന ആ ബോധത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്ക് ചെയ്യേണ്ട പുരുഷാർത്ഥം എന്താണ്? ഈ ബോഡി കോൺഷ്യസ്നെസ്, അതാണ് തേങ്ങ ഉടയ്ക്കൂ. അർത്ഥം എന്താ? നിങ്ങളുടെ എല്ലാ തടസ്സവും മാറി. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നോക്കൂ, ഓരോ ഘട്ടത്തിലും നമ്മൾ എന്താ ചെയ്യുക? തേങ്ങ ഉടയ്ക്കൽ. തേങ്ങ ഉടയ്ക്കലിൻ്റെ ഒരു പരമ്പര തന്നെയല്ലേ നടക്കണേ. നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും നമ്മൾ ആദ്യം അത്. പക്ഷേ ഈ നെയ്ത്തേങ്ങ നമ്മൾ ഒഴിച്ച് വെച്ചാൽ മറ്റേനെ എരിക്കാൻ അഴിയിലെറിയല്ലേ ചെയ്യുക? അതെ അതെ. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? നമ്മൾ നെയ്യ് ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം ഈ തോട് ഇതിനെ കത്തിച്ച് കളയണം. അതായത് ഈഗോ കോൺഷ്യസ്നെസ്, ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് ഹിന്ദുവാണ് മുസൽമാനാണ്, ഈ ബോധത്തെ കത്തിച്ച് കളയും. അതെ, ശരീരം തീന്. അതെ, എൻ്റെ അർത്ഥം എന്താ? ഇത് നശിക്കുന്നതാണെന്ന ബോധം. ഇത് അഴിയിലേക്ക് പോകണതാ, ഇത് മണ്ണ് ആകണതാണ്, ഇത് ഭസ്മമാകണതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഭസ്മവും ചന്ദനവും കുങ്കുമം എല്ലാം ഉപയോഗിക്കും. എൻ്റെ അർത്ഥം എന്താ? ഇത് ഭസ്മമാകുന്നതാണ്. ബാക്കി നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ സ്മൃതി ഉണ്ടായിരിക്കണം, ഞാൻ ചൈതന്യമാണ്. കുങ്കുമം മണ്ണിൻ്റെ നിറമാണ്, ഇത് മണ്ണാകണതാ. പക്ഷെ ആരും മണ്ണാവില്ല, ഇവിടെയുള്ള ആൾ മാത്രം മണ്ണാവില്ല. ഞാൻ ചൈതന്യ ശക്തിയാണ്. ആ ബോധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തായി? ജീവിതത്തിൽ ടോട്ടൽ പരിവർത്തനം ഉണ്ടാകും. ബയൻജി ഇതൊക്കെ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് കേൾക്കാൻ. പക്ഷേ ഇപ്പം നിങ്ങളെ പാരിയുള്ള ജ്ഞാനിമാർ സന്യാസിമാർ അവർക്കൊക്കെ ഇത് വളരെ ഐഡിയലായിട്ടുള്ളതുണ്ട്. ഞങ്ങളൊരു സാധാരണ ഗൃഹസ്ഥന്മാർക്കിത്, അപ്പോൾ ഞങ്ങൾ വ്രതമൊക്കെ ഇരിക്കുന്നു, തിരിച്ചു വന്നാൽ ഞങ്ങളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഗൃഹസ്ഥത്തിലെ ഇതിൽ. അപ്പം ഞങ്ങൾക്കിത് എത്രത്തോളം ഈ ശരീരബോധം ആത്മബോധം എന്നുള്ളത് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ എത്രത്തോളം ജീവിതത്തിൽ ഗുണകരമായിരിക്കും, എത്രത്തോളം റിയലൈസേഷൻ ഞങ്ങൾക്കുണ്ടാവും എന്നാണ് എൻ്റെ ഒരു സംശയം.
ഞാൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കണേ, ആധ്യാത്മിക സാധന ചെയ്യുന്നവരെന്തായാലും സാധകരാണ്. അവർ സമൂഹത്തിൽ നിന്ന് ഒരു പക്ഷേ ഇപ്പോൾ ആശ്രമ ജീവിതം ജീവിക്കുക, അല്ലെങ്കിൽ വനാന്തരങ്ങളിൽ ഹിമാലയങ്ങളിലെല്ലാം പോയി തപസ്സനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടേത് ആധ്യാത്മിക മാർഗം തന്നെയാണ്. പക്ഷേ എനിക്ക് ലഭിച്ച അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആത്മീയ അവബോധത്തിലുള്ള ജീവിതം ആത്മീയ സാധന ചെയ്യുന്നവരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്, പ്രാക്ടിക്കലി ഏറ്റവും യൂസ്ഫുള്ളായിരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള സാധാരണ കുടുംബ ജീവിതം ജീവിക്കുന്നവർക്ക്, ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്കാണ്. എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ ഒരു ഫാമിലിയിൽ തന്നെ നോക്കൂ, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മക്കൾ ഓരോരുത്തരും അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളിലാണ് ജീവിക്കുന്നത്. ഈ പല വൈവിധ്യങ്ങളൊരു ഫാമിലിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നോക്കൂ, വിശ്വാസം തന്നെ നോക്കൂ. ഒരാൾ ശിവഭക്തനായിരിക്കും, ഒരാൾ ദേവീ ഭക്തനായിരിക്കും, ഒരാൾ കൃഷ്ണഭക്തനായിരിക്കും. പലതരത്തിലുള്ള ഇഷ്ടാനിഷ്ടമായിരിക്കും നമുക്ക്. പക്ഷേ നമുക്കിടയിൽ നിൻ്റെ ശിവൻ ചെറുതാണ്, അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണൻ വലുതാണ്, അല്ലെങ്കിൽ ദേവി ചെറുതാണ്, അല്ലെങ്കിൽ ഹനുമാനാണ് വലുത്. ഈ തരത്തിലുള്ള സ്പർദ്ധകൾ നമുക്ക് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും നമ്മൾ 2 കുട്ടികളും ചേർന്ന് 4 പേര് ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടേതായ വിശ്വാസങ്ങൾ പുലർത്താൻ നമ്മൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ അതേ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ, ഇതൊരു ഹിന്ദു വീട്, അടുത്തതൊരു മുസ്ലിം വീട്, നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അത് ഹിന്ദുവാണ്, ഇത് മുസൽമാനാണ്. ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ശരീരം കൊണ്ട് നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചോ അതുകൊണ്ട് വ്യത്യാസം. പക്ഷെ നമ്മുടെ ഭാരതീയ ദർശനം എന്താണ്? നാനാത്വത്തിൽ ഏകത്വം. എന്താ ഏകത്വം? ശരീരം കൊണ്ട് നാനാത്വങ്ങൾ ഉണ്ടാകാം. ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഇത് 5 തത്വം കൊണ്ട് നിർമ്മിച്ചതാണ്. പക്ഷേ ശരിക്കും നാനാത്വം നോക്കിയാൽ നമ്മുടെ റോളിലാണ്, അഭിനയിക്കാൻ കിട്ടിയ വേഷത്തിലാണ്, അല്ലേ? പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഏകത്വം എന്താണ്? ആത്മചൈതന്യമാണ്. ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്നത് ആത്മചൈതന്യം. അതുകൊണ്ടാണ് മണികണ്ഠൻ എപ്പോഴാണോ വാവര് സ്വാമിയുമായിട്ട് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്, ആ സമയത്ത് മണികണ്ഠൻ പറയുന്നുണ്ട് വാവരോട്, വാവരെ, നിങ്ങൾ വിളിക്കുന്ന അള്ളാഹുവും ഞാൻ വിളിക്കുന്ന പരമശിവനും ഒന്നാണെന്ന് എനിക്കറിയാം. കാരണം ഞാനൊരു ഭാരതീയനാണ്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം എന്നെ പഠിപ്പിച്ചത് അതാണ്. വാക്കിലേ ഉള്ള വ്യത്യാസം, രണ്ടും ആ ദിവ്യ ജ്യോതിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പിണക്കമില്ല, ശത്രുതയില്ല. ശത്രുവിനെ അതുകൊണ്ടാണ് എനിക്ക് മിത്രമായിട്ട് കാണാൻ കഴിയുന്നത്. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ദർശനം. അതിവിശാലമായ സമഗ്രമായ ഒരു മനോഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. സങ്കുചിതമായ മനോഭാവത്തിൽ നിന്ന് വളരെ സമഗ്രമായിട്ടുള്ള ഒരു വീക്ഷണകോണ് നമുക്കെല്ലാവർക്കും നൽകുകയാണ്. അവിടെ നമുക്ക് നമ്മുടെ അതേപോലെ നോക്കൂ, ഇന്ന് നാട് മുഴുവൻ, സ്വാമി ചോദിച്ചല്ലോ നമുക്കെന്താ പ്രയോജനം? ഇന്ന് ലോകം മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന 2 അഗ്നിയിലാണ്. ഒന്ന് കാമാഗ്നി, മറ്റൊന്ന് ക്രോധാഗ്നി. ഈ ആത്മീയ അവബോധം നമ്മൾ ഈ മോളെ സംബന്ധിച്ചിടത്തോളം ഈ പഠിക്കുന്ന പ്രായമാണ്. ഈ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ആത്മചൈതന്യമാണെന്ന ആ ബോധത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കൂടെ സ്കൂളിൽ ആരൊക്കെ പഠിക്കുന്നോ, ഇനി സ്കൂളിൽ നിന്ന് കോളേജിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരെയും പ്രതിയും ഈ ആത്മീയ അവബോധത്തിൽ നോക്കാനും കാണാനും ഇടപെടാനും തുടങ്ങുമ്പോൾ എന്തായി? കുട്ടിക്കാലം മുതൽ ഈ ആത്മവിദ്യ 3ാം കണ്ണ് തുറന്ന് ജീവിക്കുമ്പോൾ ശരീരത്തിനോടുള്ള ആകർഷണം, അതുണ്ടാക്കുന്ന വാസനകൾ, കാമാസക്തി, അത് അഗ്നി പോലെയായിട്ട് എല്ലാവരെയും കത്തിക്കുക. എന്തിനു കുഞ്ഞിനെ പറയണം? മുതിർന്നവരെന്താ ചെയ്തുകൊണ്ടിരിക്കണം? കുടുംബസ്ഥരുടെ ഇടയിൽ നിന്ന് നമ്മൾ എന്താ കേൾക്കുന്ന ന്യൂസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അഗ്നിയെ തണുപ്പിക്കാനുള്ള ശീതള ജലമാണ് ഈ ആത്മീയ അവബോധം. ക്രോധമോ ശത്രു, ഉടനെ വെറുപ്പ്, വിദ്വേഷം, പകരം വീട്ടൽ. അപ്പോൾ എത്ര തന്നെ ഒരാൾ നമ്മളോട് അപകാരം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും കുടുംബത്തിൽ, അവനവൻ്റെ കുടുംബത്തിലുള്ളവരോട് നോക്കൂ, ഇത്തിരി മണ്ണിൻ്റെ പേരിൽ, എന്തെങ്കിലും ഇത്തിരി പൈസയുടെ പേരിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേര്, ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ഉടനെ വാളെടുക്കാനും കൊല്ലാനും കൊല വിളിക്കാനും ആർക്കും മടിയില്ല. സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യയെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ. ഇപ്രകാരം അക്രമവാസന, പകയും വിദ്വേഷവും വന്ന് കഴിയുമ്പോൾ ഇത് എൻ്റെ ഭാര്യയാണ്, ഒന്ന് ക്ഷമിക്കാൻ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തീക്ഷ്ണമായ ആ വെറുപ്പ്, വിരോധം. ആ വിരോധഭാവന മാറിയിട്ട് ഒരു ആത്മീയ അവബോധം, ഈ 3ാം കണ്ണ് തുറന്ന് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്തുണ്ടാകും? ഇതും എൻ്റെ സഹോദരാത്മാവാണ്, ഭഗവാന്റെ കുട്ടിയാണ്. ശരി, വേഷം കൊണ്ട് ഭാര്യയാണ്, ഭർത്താവാണ്, അല്ലെങ്കിൽ മക്കളാണ്. പക്ഷേ ഇതും ഒരു ഈശ്വരൻ്റെ സന്താനമാണ്. നമ്മൾ അങ്ങനെയല്ലേ വിളിക്കണേ, ഇതും അയ്യപ്പസ്വാമി, ഇതും അയ്യപ്പസ്വാമി, ഇതും അയ്യപ്പസ്വാമി. എല്ലാവരിലും
അയ്യപ്പനെ ദർശിക്കാനുള്ള ശ്രമമാണ് നമ്മുടേത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരുമാർ തന്നെ നമ്മുടെ തന്നെ ആത്മസഹോദരങ്ങളാണ്. അപ്പം നമുക്ക് ക്ഷമിക്കാൻ എളുപ്പമാകും. ക്ഷമിക്കാൻ നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് മറക്കാൻ കഴിയുള്ളൂ. ശ്രമിക്കണം, കാരണം പറയാൻ ഈസിയാണ്, ആ ശ്രമം, നിരന്തര ശ്രമം എന്താകും? ശ്രമം ക്ഷമ പൊറുക്കാൻ നമ്മളെ സഹായിക്കും. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, ചേർന്ന് പോകാൻ കഴിയും. കൂട്ടി വയ്ക്കാനുള്ള ആർത്തി, എനിക്ക് സുഖം വേണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആ മനോഭാവം മാറും. പകരം എന്താകും? ആർത്തിക്കടിമയാകാതെ തന്നെ നമുക്ക് അധ്വാനിക്കുന്ന ശീലം വരാൻ തുടങ്ങും. എനിക്ക് സുഖമായിട്ടിരിക്കണം, എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം. ഇപ്രകാരം കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഞാൻ പണക്കാരനാണ്, ഞാൻ ഈ പദവിയിലിരിക്കുന്ന ആളാണ്, ഞാനാണ് മാനേജർ, ഞാനാണ് കുടുംബനാഥൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. ഇത്തരത്തിലുള്ള ഈഗോയുടെ നാളീകരത്തെ നമ്മൾ പൊട്ടിക്കാൻ തുടങ്ങിയാൽ എന്തായി? വൈകാരിക നിയന്ത്രണം നമുക്കുണ്ടാവും. അതാണ് ഏറ്റവും വലിയ നേട്ടം. ഇതൊക്കെ നമുക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യുന്നവർക്ക് മാത്രം മതിയോ? ആശ്രമങ്ങളിൽ ജീവിക്കുന്നവർക്ക് മാത്രം മതിയോ? കാമാഗ്നിയെ നിയന്ത്രിക്കുക, ക്രോധത്തെ നിയന്ത്രിക്കുക, അഹങ്കാരത്തെ നിയന്ത്രിക്കുക, അസൂയയെ നിയന്ത്രിക്കുക, ഇതൊക്കെ ആർക്കാ ആവശ്യം? നമുക്ക് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും. എന്നാലേ കുടുംബജീവിതം ഒരു ശാന്തമായിട്ട് പോളൂ. ശാന്തി പറയാറില്ലേ? ഈ രാഷ്ട്രത്തിന്, ഈ ലോകത്തിന്, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവന ഇതാണ്, വൈകാരിക നിയന്ത്രണം. ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞിരുന്നത്, ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിയന്ത്രിക്കാൻ എല്ലാവർക്കും പറ്റാതിരിക്കുന്നത് സ്വന്തം മനസ്സിനെയാണ്. ആ മനസ്സിൻ്റെ മേലുള്ള നിയന്ത്രണമാണ്, വൈകാരിക നിയന്ത്രണമാണ് നമുക്ക് ഈ ആത്മീയ അവബോധത്തിലൂടെ ഉണ്ടാകുന്നത്. കടിഞ്ഞാളില്ലാത്ത മനസ്സ് എന്ന് പറയുക, അതിനെ നിയന്ത്രിക്കാൻ കഴിയണം. അതിനുള്ള പ്രാക്ടീസാണിത്. ഈ നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന ചടങ്ങിൽ എന്തുകൊണ്ടാണ് ഇത്ര ശരണഘോഷ വിളികളും ഭക്തിപുരസ്സരമായതും എന്നൊക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അതിന് കാരണം അതിൻ്റെ പിന്നിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്, അതറിയാം. പക്ഷേ ഇത്ര ഗഹനമായിട്ടുള്ളൊരു സംഗതി, അതായത് നമ്മുടെ ആത്മബോധത്തിനെ ഉണർത്തിവിടാനുള്ള ഒരിത് വേണം എന്നുള്ളതും, അതേസമയത്ത് ഞങ്ങൾക്കും അതുണ്ടാവണം, ഗൃഹസ്ഥരായിരിക്കുക എന്നുള്ളൊരു ഞങ്ങൾക്ക് ഉണർത്തിച്ച് തന്നുവല്ലോ. സത്യത്തിൽ അതൊരു പുതിയ അറിവാണ് ഞങ്ങൾക്ക്. എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ഒരു ഉത്തേജനവും ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി കൊടുക്കാം. ഓം ശാന്തി.